എടക്കരയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. അവിടെ PV അൻവറിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം CPIM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. എടക്കരയിലെ പ്രതിഷേധത്തിനും തുടക്കമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിലൊക്കെ PV അൻവർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഞാനൊരു സഖാവാണ്, ഈ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് വേണ്ടിയാണ് തൻ്റെ പോരാട്ടം. അതിനിടയിൽ തന്നെ ഈ രക്തസാക്ഷി കുടുംബങ്ങളെ, അവരുടെ ത്യാഗങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു PV അൻവർ. പോലീസിൽ നിന്ന് സാധാരണ പ്രവർത്തകർക്ക് നീതി കിട്ടുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ ആവർത്തിച്ചുന്നയിക്കുന്നത് നമ്മൾ കേട്ടതാണ്. CPIM ഇത് അതേ പ്രവർത്തകരെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് അൻവറിനെതിരായ പ്രതിരോധം തീർക്കുന്നു. എടക്കരയിലെ കാഴ്ചകൾ എന്താണ് സുർജിത്ത്? എടക്കര CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസായിട്ടുള്ള EMS സ്മാരക മന്ദിരത്തിൽ നിന്നാണ് പ്രകടനം തുടങ്ങിയത്. ഇപ്പോൾ എടക്കര നിലമ്പൂർ റോഡിലൂടെ പ്രകടനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏരിയ നേതൃത്വം ഒന്നടങ്കം ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികൾ, പാർട്ടി അംഗങ്ങൾ എന്നിവരെല്ലാം തന്നെ ഈ പ്രകടനത്തിന്റെ ഭാഗമായി അനുധാവനം ചെയ്ത് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇതിൽ വർഗവഞ്ചകരുടെയും ഒറ്റുകാരുടെയും സ്ഥാനം ചവറ്റുകുട്ടയിലായിരിക്കും CPIM എടക്കര ഏരിയ കമ്മിറ്റി എന്ന് ആലേഖനം ചെയ്ത ബാനർ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി പ്രവർത്തകരെല്ലാം തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവറിന് വലിയ രീതിയിലുള്ള ജനപ്രീതി ഇവിടെ ഇല്ല എന്നത് കാണിക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ്. അത് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ ഈ ശക്തി പ്രകടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഇനി പൊതുയോഗങ്ങളിലേക്കടക്കം PV അൻവർ കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്നും തന്നെ പാർട്ടി അനുഭാവികളോ അതുമായി ബന്ധപ്പെട്ട ആരുമോ പങ്കെടുക്കുകയില്ല, പാർട്ടി അംഗങ്ങൾ ഒരിക്കലും പങ്കെടുക്കുകയില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏരിയ നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. ഈ എടക്കര എന്ന് പറയുന്നത് CPIMനെ സംബന്ധിച്ച് അത്യാവശ്യം ശക്തിയുള്ള കേന്ദ്രമാണ്. ഈ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ, അതായത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ വരുന്നത് ഈ എടക്കര ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രദേശങ്ങളിലാണ്. 5 പഞ്ചായത്തുകൾ ഈ പോത്തുകല്ലും അതോടൊപ്പം തന്നെ ചുങ്കത്തറയും ഉൾപ്പെടെയുള്ള വഴിക്കടവ് ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകൾ വരുന്ന മേഖല എന്ന് പറയുന്നത് ഈ എടക്കര ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള സ്ഥലമാണ്. അപ്പുറത്ത് ഉള്ളത്, അതായത് നിലമ്പൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ഒരു നിലമ്പൂർ നഗരസഭയും 2 പഞ്ചായത്തുകളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സംഘടനാ ശേഷി, സംഘടനാ ഊർജം ഏറ്റവും അധികം ഉള്ളത് ഈ മണ്ഡലത്തിൽ, ഈ മേഖലയിലാണ്. അവർക്ക് കാണിക്കാൻ വേണ്ടി കഴിയണം PV അൻവറിന് പാർട്ടിയില്ലെങ്കിൽ PV അൻവർ ഇല്ല എന്നത് പാർട്ടിയെ സംബന്ധിച്ച് കാണിക്കണം. ആ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഏരിയ നേതൃത്വം ഒന്നടങ്കം ഇതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ഇവിടേക്ക് കടന്നു വരുന്നു. നേരത്തെ ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ പറഞ്ഞത് ഒരൊറ്റ പാർട്ടി അംഗം പോലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് PV അൻവർ വിളിക്കുന്ന വിശദീകരണ യോഗത്തിലോ മറ്റോ ഒറ്റ പാർട്ടി അംഗം പോലും പങ്കെടുക്കുകയില്ല, പാർട്ടി അനുഭാവികളും സമാനമായ രീതിയിൽ തന്നെ പങ്കെടുക്കുകയില്ല എന്നുള്ള നിലപാട് അദ്ദേഹം പറയുകയുണ്ടായി. നേരത്തെ ഒരു ചരിത്രം, എടക്കരയിൽ ഒരു ചരിത്രമുള്ളത് 2016 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് PV അൻവർ മത്സരിക്കാനെത്തിയ ഘട്ടത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള അമർഷം പുകഞ്ഞിരുന്ന ഒരു പ്രദേശമാണ് എടക്കര. കാരണം അദ്ദേഹത്തിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം ശക്തമായ രീതിയിലുള്ള പ്രകടനം നടത്തിയ ഒരിടം കൂടിയാണ് എടക്കര. അവിടെയാണ് ഇപ്പോൾ അന്ന് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രകടനം നടത്തിയ ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള നടപടിയിലേക്ക്, അച്ചടക്ക നടപടി അടക്കം സ്വീകരിച്ച സ്ഥലമാണ് ഈ എടക്കര ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് ഇവിടെ ഇപ്പോൾ PV അൻവറിനെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം പാർട്ടി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഇത് വലിയ അളവിൽ, കാരണം PV അൻവറിന് ഒരു തരത്തിലുള്ള സ്വീകാര്യതയും ഇല്ല എന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ ആ നിലയിലുള്ള മുദ്രാവാക്യമാണ് ഇവിടെ പാർട്ടി ഉയർത്തുന്നതും. ഇത് കുഞ്ഞാലിയുടെ മണ്ണാണ്, ഈ കുഞ്ഞാലിയുടെ മണ്ണിൽ വർഗവഞ്ചകർക്ക് സ്ഥാനമില്ല എന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം ഈ എടക്കരയുടെ മണ്ണിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടി അനുഭാവികളും പാർട്ടി അംഗങ്ങളും വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ പ്രകടനത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ഈ എടക്കരയുടെ നഗരത്തിലൂടെ നടക്കുന്ന ഈ പ്രകടനത്തിന്റെ ഭാഗമായി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനുശേഷം ഒരു ചെറിയ പൊതുയോഗവും പാർട്ടി വെച്ചിട്ടുണ്ട്. സൈനബയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗം സൈനബയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്ന പൊതുയോഗം. എന്തായാലും എടക്കര ടൗണിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രകടനം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. വളരെ രൂക്ഷമായ വിമർശനം നേതാക്കളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ശക്തമായ രീതിയിലുള്ള വിമർശനമാണ് PV അൻവറിനെതിരെ ഈ നേതാക്കളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. നേരത്തെ ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ പറഞ്ഞ വാക്കുകളിലും അത് പ്രകടമായിരുന്നു. കാരണം പാർട്ടിയെ ചതിച്ചു. പല ഘട്ടങ്ങളിലും പാർട്ടി പ്രാദേശിക നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട് അൻവറിനുമായി ചർച്ച നടത്തിയതാണ്. പാർട്ടി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കും,
ശരി, സുർജിത്തയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ എടക്കരയിലും നിലമ്പൂർ ടൗണിലും CPIMന്റെ പ്രതിഷേധം നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലപ്പുറം ജില്ലയിൽ ഒന്നാകെ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രതിരോധം തീർക്കുന്നുണ്ട്, പ്രതിഷേധം നടക്കുന്നുണ്ട്. അൻവറിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ നാളെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കാൻ പോകുന്നു. അങ്ങനെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ വലിയ രീതിയിൽ പ്രതിരോധം തീർക്കുകയാണ് CPIM. അതിനിടയിൽ അൻവറും രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട്. അത് ഞായറാഴ്ചയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പ്രതിഷേധം നടക്കുന്നതിനിടയിലും മറുവശത്ത് അൻവർ ഈ വിവാദത്തിന്റെ ഭാഗമായ ഉണ്ണിയുടെ വീടിന് മുമ്പിൽ മാധ്യമങ്ങളെ എത്തിച്ച് ഇത്രയും വലിയൊരു മണിമാളിക ഉണ്ണി പണിതതെങ്ങനെ എന്നുള്ള കാര്യമടക്കം ചോദ്യമായി ഉയർത്തുന്നുണ്ട്. വർഗവഞ്ചകരെയും ഒറ്റുകാരുടെയും സ്ഥാനം ചവറ്റുകുട്ടയിലാണ് എന്ന ബാനർ ഉയർത്തിക്കൊണ്ട് എടക്കരയിൽ നടക്കുന്ന പ്രതിഷേധം ഒരു ഭാഗത്ത്, ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന ഫ്ലക്സ് ബോർഡുമായി നിലമ്പൂരിൽ പ്രതിഷേധം നടക്കുന്നു. അങ്ങനെ വലിയ തരത്തിൽ അൻവറിനെതിരെ പ്രതിഷേധം. ഇന്നലെ വരെ അൻവറിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കിയിരുന്നവരെ രംഗത്തിറക്കി അൻവറിനെതിരെ പ്രതിരോധം CPIM തീർക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സമീർ ബിൻ കരീം കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഇതിനിടയിൽ അൻവറിൻ്റെ നീക്കങ്ങളും ശ്രദ്ധേയമാണ്. അൻവർ വിളിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എത്ര പേർ പങ്കെടുക്കും എന്നുള്ളത് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുകയാണ്. പ്രവർത്തകർ ഒപ്പമുണ്ടെങ്കിൽ പുതിയ പാർട്ടി എന്ന കാര്യമടക്കം ആലോചനയിലുണ്ട് എന്ന് അൻവർ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ സമീർ. തികച്ചും അടിസ്ഥാനരഹിതമായ സമീർ ബിൻ കരീമിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. ഇപ്പോഴതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച രക്തസാക്ഷികളെ പോലും നിലമ്പൂർ ടൗണിൽ അൻവറിന്റെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് CPIM നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജില്ലയിൽ ഒന്നാകെ നടക്കുന്ന പ്രതിഷേധമെങ്കിലും എടക്കരയിലും നിലമ്പൂർ ടൗണിലുമൊക്കെ നടക്കുന്ന പ്രതിഷേധത്തിന് രാഷ്ട്രീയ പ്രസക്തി ഏറെയുണ്ട്. അൻവറിന്റെ തട്ടകമാണത്. ആ തട്ടകത്തിൽ CPIM കരുത്ത് കാട്ടുന്നു ഈ പ്രതിഷേധത്തിലൂടെ. ഇനി ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുകയാണ്.